ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ടാട്ടമാണ്. ചിക്കൻ കൊണ്ടാട്ടം. അത് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ഇറച്ചിയാണ്. അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു വലിയ വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, അതിപ്പോൾ ഞങ്ങൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. 1 സ്പൂണ് ഗരം മസാല, ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ ഗരം മസാല, ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. അതൊരു 2 സ്പൂൺ വേണ്ടി വരും. ഈ സ്പൂണാണ്, അതിന് 2 സ്പൂണ് കാശ്മീർ ചില്ലി ഇടണം. ഇനി നമുക്ക് ആവശ്യം ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമ്മൾ ഈ മസാല എല്ലാം ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ആക്കുമ്പോൾ വരാം. 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതെല്ലാം ഫുള്ള് ഇറക്കി വെച്ച് ഒരു 20 മിനിറ്റ് ഇരിക്കണം. ഇത് നമ്മുടെ മസാല പുരട്ടി വെച്ച് ചിക്കൻ നമ്മളിത് അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റെഡി ആവാറായി. ഇത് നമ്മുടെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡി ആവാറായി. ഇനി അടുത്ത നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളുണ്ട്. അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ചെറിയ ഉള്ളി, സോയാ സോസ്, മുളക് ചതച്ചതാണ്. നമ്മൾ മുളക് ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, കാണിക്കാം. ഇതാണ് മുളക്. ഇങ്ങനെ ആകാവൂ, അരയാൻ പാടില്ല. മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഇത്രയും സാധനം നമുക്കിതിൽ ചേർക്കാനുണ്ട്. നമ്മൾ ചിക്കൻ കോരിയ എണ്ണയിൽ തന്നെ ചെറിയ ഉള്ളി വാട്ടിയെടുക്കണം. ഉള്ളി വാടട്ടെ. ഉള്ളി വാടിയതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ചിക്കൻ തട്ടിയിടാനുള്ളത്. ഉള്ളി ഒന്ന് വേവാനുണ്ട്. ഉള്ളിയിൽ ചിക്കൻ ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മളിവിടെ ഒഴിക്കാൻ പോണത് ടൊമാറ്റോ സോസാണ്. കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു 3-4 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്നത് നമുക്കറിയാം എത്ര വീണിട്ടുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത്. അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 കപ്പ് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കൂടി നമ്മൾ ചതച്ച് വെച്ചിരുന്നു. മിക്സിയിലൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിവിടെ ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ ഇളക്കണം. നമ്മുടെ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതുക.